അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ അതമ്മ അലൈനാ നിഅ്മത്തൽ ഇസ്ലാം വഅക്മല ലനാ ഹാദാദ്ദീനൽ ഖയ്യിം وجعلنا به خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله جل عن الشبيه والمثيل والند والنظير. ونشهد أن سيدنا وحبيبنا محمدًا عبده ورسوله وصفيه وخليله وخيرته من خلقه وأمينه على وحيه وسلم تسليمًا كثيرًا كثيرًا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സാലിഹായ അമലുകൾ മാത്രം സ്വീകരിക്കപ്പെടുന്ന പാരത്രിക ലോകത്ത് ഉയർന്ന അമല സാലിഹാത്തുകളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഗതമാവുന്ന റമളാൻ ഏറ്റവും നല്ല നിലയിൽ അതിൻ്റെ ആതിഥ്യമരുളാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അഞ്ചിന്ദ്രിയങ്ങൾക്കും അംഗച്ചമയമിട്ട് നെഞ്ചിലെ സ്പന്ദനം നേരിൻ്റെ നേരെ തിരിച്ച ധർമ്മയോദ്ധാവിനെ ചൂണ്ടി മലയോട് പറയുന്നുണ്ടാവും, തൃഷ്ണതൻ അഗ്നി പർവ്വതങ്ങളെ സുഹൃതങ്ങളുടെ രക്തക്കനിയാക്കിയ നോമ്പുകാരൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ നമ്മളൊക്കെ എന്ത് മല. ഉദയം തൊട്ടസ്തമയം വരെ ഉരുകിയൊരുകി ഒളിവിതറി തളർന്ന സൂര്യൻ ചന്ദ്രൻ്റെ കാതിൽ മന്ത്രിക്കുന്നുണ്ടാവും, ഈ വിശ്വാസ തേജസ്സിൻ്റെ മുന്നിൽ, വിശ്വാസ തേജസ്സിൻ്റെ വിസ്മയത്തിന് മുന്നിൽ ഞാൻ വെറുമൊരു കരിക്കട്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അത് ഏറ്റവും നല്ല നിലയിൽ പ്രാവർത്തികമാക്കുവാനും റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. SIO എന്ന മഹത്തായ പ്രസ്ഥാനം കാലോചിതമായി സന്ദർഭത്തിനനുസൃതമായി വ്യത്യസ്ത ക്യാമ്പയിനുകളുമായി അവർ മുമ്പോട്ട് പോകാറുണ്ട്. റമളാൻ ഒരു വിശ്വാസിക്ക് നൽകുന്ന ബഹുഗുണ നന്മകളെ
കാച്ചിക്കുറുക്കി ഖുർആൻ പറഞ്ഞത് നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടിയെന്നാണ്. SIOയുടെ ക്യാമ്പയിൻ്റെ ക്യാപ്ഷൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കാകുന്നു അന്തിമ വിജയം എന്ന ക്യാപ്ഷനാണ്. നോമ്പൊരുക്കങ്ങളുടെ നനച്ചുകുളി നടത്തപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ഏറ്റവും മഹത്തരമായ സന്ദർഭോചിതമായി ഇടപെടുന്ന SIOവിനെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ 2 യുദ്ധങ്ങളാണ് ബദർ യുദ്ധവും ഹുനൈൻ യുദ്ധവും. സാധാരണഗതിയിൽ റമളാനിൽ ബദർ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കുകയും വിശുദ്ധ റമളാനിൽ ബദറിനെ പ്രത്യേകമായി റമളാൻ 17 അനുസ്മരിക്കുകയും നമ്മൾ ചെയ്യാറുണ്ട്. ബദർ അതിൻ്റെ പേരിൽ തന്നെ ഗസ്വത്തുൽ കുബ്ര, ബദർ മഹായുദ്ധം എന്നറിയപ്പെടുന്നത് പോലെ വിസ്മയവും മഹത്തരവുമായിരുന്നു ബദർ യുദ്ധം എന്ന് നമുക്കറിയാം. ചെറിയ ഒരു സംഘം ആളുകൾ അവരെക്കാൾ ആളും അർത്ഥവുമുള്ള വലിയൊരു സൈന്യത്തെ പരാജയപ്പെടുത്തി വിജയഗാഥ രചിച്ചതിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ബദർ എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ബദറിനെ പോലെ തന്നെ വിശുദ്ധ ഖുർആൻ പ്രത്യേകം പരാമർശിക്കുകയും നിരൂപണത്തിന് വിധേയമാക്കുകയും ചെയ്ത പേരെടുത്തു പറഞ്ഞ യുദ്ധമാണ് ഹുനൈൻ യുദ്ധം. വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി ഹുനൈൻ യുദ്ധത്തെ പ്രതിപാദിക്കുന്നുണ്ട്. നമ്മൾ ബദറിനെ അനുസ്മരിക്കുന്നത് പോലെ പലപ്പോഴും ഹുനൈനിനെ അനുസ്മരിക്കാറില്ല എന്നതാണ്. ബദറിനെ അനുസ്മരിക്കാൻ നമുക്കൊരാവേശമുണ്ട്, നമുക്കൊരു ജിഹാദുണ്ട്, നമുക്കൊരു മത്സര്യമുണ്ട്. കാരണം അത് വിസ്മയങ്ങളുടെ അടർക്കളമായിരുന്നു എന്ന് നമുക്കറിയാം. സഹാബാക്കൾ വീരഗാഥ രചിച്ച അത്ഭുതമായിരുന്നു ബദർ യുദ്ധം. എന്നാൽ ബദറിനെ പോലെ തന്നെ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുകയും നിരൂപണ വിധേയമാക്കുകയും ചെയ്ത ഒരുപാട് ഗുണപാഠങ്ങൾ ഉള്ള ഒരു യുദ്ധമായിരുന്നു ഹുനൈൻ യുദ്ധം. പക്ഷേ ബദർ പോലെ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതല്ല ഹുനൈനിൻ്റെ ചരിത്രം. മുസ്ലിമീങ്ങളുടെ നിലപാട് ഒരുപക്ഷെ മുസ്ലിം ചരിത്രത്തിൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതല്ല. തങ്ങളെക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള ഒരു വലിയ സൈന്യത്തെ പരാജയപ്പെടുത്തിയാണ് ബദർ ഇസ്ലാമിക സമൂഹം ആഘോഷിച്ചതെങ്കിൽ എതിർപക്ഷത്തിൻ്റെ 1/3 മാത്രമുള്ള, തങ്ങളുടെ 1/3 മാത്രമുള്ള വലിയൊരു സൈന്യമെന്ന് പറയാൻ കഴിയാത്ത 2 ഗോത്രങ്ങളുടെ മുന്നിൽ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുന്നതമായ നേതൃത്വമുണ്ടായിരിക്കെ, നക്ഷത്രതുല്യരായ സഹാബാക്കളുടെ സാന്നിധ്യമുണ്ടായിരിക്കെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരാജയത്തിൻ്റെ വക്കിലെത്തി ഇസ്ലാമിക സമൂഹം ഒഴിഞ്ഞു മാറിയ ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഹുനൈൻ എന്ന് പറയുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക കീഴടക്കിയതിന് ശേഷം മദീനയുടെ അതിർത്തിയിൽ നിരന്തരമായി ഇസ്ലാമിക സമൂഹത്തെ ആക്രമിക്കുകയും പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്ത 2 ചെറിയ ഗോത്രങ്ങളായിരുന്നു ഹവാസിൻ, സഖീഫ് എന്നീ 2 ഗോത്രങ്ങൾ. ഇവരുടെ ശല്യം സഹിക്കാൻ കഴിയാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കെതിരെ ഒരു സൈനിക നീക്കത്തിന് ആഹ്വാനം ചെയ്തു. പ്രവാചകന്റെ ആഹ്വാനത്തിന് ചെവിക്കൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യരാണ്, സഹാബാക്കളാണ് അന്ന് പ്രവാചകന്റെ കീഴിൽ അണിനിരന്നത്. ചരിത്രം പറയുന്നത് 12,000-ഓളം ആളുകൾ അന്ന് ഹുനൈനിനായി അണിനിരന്നു എന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ തന്നെ
തൻ്റെ അനുയായികൾ വിലക്കുന്നുണ്ട്. 2 ചെറിയ ഗോത്രങ്ങളോട് ഏറ്റുമുട്ടാൻ ഇത്രയും വലിയ സൈനിക സംഘത്തിൻ്റെ ആവശ്യമുണ്ടോ? വെറും 2 ഗോത്രങ്ങളല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മക്ക വിജയത്തിൻ്റെ ഉടനെയായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സന്ദർഭത്തിൽ, അതിൻ്റെ ആവേശത്തിൽ, ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വന്നതിൻ്റെ ആവേശത്തിൽ ഒരു വലിയ സമൂഹം പുണ്യ റസൂലിന് പിന്തുണ നൽകാൻ വേണ്ടി എത്തിയതാണ്. ഇല്ല റസൂലെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ ജീവനും ദീനിൻ്റെ മാർഗത്തിൽ ത്യജിക്കേണ്ടതുണ്ട്. താങ്കൾ അതിന് തടസ്സം നിൽക്കരുത്. പ്രവാചകരെ, താങ്കൾ ഞങ്ങളെ തടയരുത്. അതുകൊണ്ടാണ് ഈ 12,000 ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ കൂട്ടി ഗത്യന്തരമില്ലാതെ അവിടെ നിന്ന് കൂടെ കൂട്ടേണ്ടി വന്നത്. യുദ്ധം തുടങ്ങി അല്പം കഴിഞ്ഞില്ല, മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്ത രീതിയിൽ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് ഈ 2 ഗോത്രങ്ങൾ അതിശക്തമായ നീക്കം ഇസ്ലാമിക സൈന്യത്തിനെതിരെ നടത്തുകയുണ്ടായി. മുസ്ലിം സൈന്യം അക്ഷരാർത്ഥത്തിൽ ചിന്നിച്ചെതറി എന്ന് മാത്രമല്ല, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വധിക്കപ്പെട്ടു എന്ന കിംവദന്തി യുദ്ധക്കളത്തിൽ വല്ലാത്ത ആശങ്ക ഉണ്ടാക്കി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രത്തോളം പ്രമുഖരായ അവിടുത്തെ ഏറ്റവും അടുത്ത സഹാബാക്കൾ പോലും, ആ റിവായത്ത് വിശ്വസനീയമാണ് എങ്കിൽ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അടക്കമുള്ള ആളുകൾ പോലും യുദ്ധക്കളത്തിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യമുണ്ടായി. അവസാനം സാക്ഷാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ രംഗത്ത് വന്ന്, അനൻ നബിയ്യു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ പ്രവാചകനാണ്, കള്ളമല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ സന്താനമാണ് എന്ന് പറഞ്ഞ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം സമൂഹത്തിൻ്റെ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടുന്ന രംഗമാണ് ഹുനൈനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് കഷ്ടിച്ച് പരാജയത്തിൻ്റെ കയ്പ് നീരിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് രക്ഷപ്പെടുകയാണ് ചെയ്തത്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ആ യുദ്ധ സന്ദർഭത്തെ നിരൂപണം ചെയ്യുന്നുണ്ട്. ഇത് അഅജബത്കും കസ്റതുകും, നിങ്ങൾ ധാരാളമുണ്ട് എന്നത്, നിങ്ങളുടെ സൈനിക ബലം, അതിലെ സൈനിക പവർ, അത് വർദ്ധിത വീര്യത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ ആളുകളുടെ ബലാബലം പരീക്ഷിക്കുന്നിടത്ത് നിങ്ങൾ ഭൂരിപക്ഷമാണ് എന്നത് നിങ്ങൾക്ക് വലുതായി തോന്നി. ഇത് അഅജബത്കും കസ്റതുകും, നിങ്ങൾക്കത് എന്തോ വലിയ സംഭവമായിട്ട് തോന്നി എന്ന് വിശുദ്ധ ഖുർആൻ ഈ ഹുനൈൻ യുദ്ധത്തെ നിരൂപണം ചെയ്യുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഹുനൈനിൽ ആളുകളുടെ വർദ്ധിത വീര്യവും ആളുകളുടെ അമിതത്വവും ഉണ്ടായിരിക്കെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സംഭവിച്ചു പോയ നിലപാടുകളെ പുണ്യ റസൂൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി അവർ തിരുത്തി കൊടുക്കുന്നുണ്ട്. യുദ്ധം കഴിഞ്ഞു വരുന്ന സഹാബാക്കളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മലയടിവാരത്തിൽ, ഒരു താഴ്വരയിൽ അവിടുന്ന് ഒരുമിച്ച് കൂട്ടി. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വിചിത്രമായ ഒരു ആവശ്യം തൻ്റെ അനുചരന്മാരുടെ മുമ്പിൽ അവിടുന്ന് മുന്നോട്ട് വെക്കുകയാണ്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത് കിടക്കുന്ന ഒരു വെളിമ്പ്രദേശം കാണിച്ചുകൊണ്ട് സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം, ഈ പ്രദേശത്ത് കിടക്കുന്ന അഴുക്കുകളൊക്കെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടി കൊണ്ടുവരണം. സഹാബാക്കൾ അന്യോന്യം നോക്കാൻ തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധത്തിലെ വളരെ മൂർത്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് കരകയറുന്നതിന് മുന്നോടിയായി തന്നെ പ്രവാചകൻ വളരെ വിചിത്രപരമായ ആവശ്യമാണല്ലോ നമ്മളോട് പറയുന്നത്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്നവർക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾ കൂട്ടത്തിൽ നിന്നും എഴുന്നേറ്റ് ചോദിച്ചു, കൈഫ നജ്മഉ യാ റസൂലല്ലാഹ് ഇന്നഹാ അർളുൻ ത്വയ്യിബ, അല്ലാഹുവിൻ്റെ റസൂലെ, ഈ ഹരിതാപമായ പ്രദേശത്ത് നിന്ന് ഞങ്ങളെങ്ങനെയാണ് അഴുക്കുകൾ ഒരുമിച്ച് കൂട്ടുക? ഇന്നഹാ അർളുൻ ത്വയ്യിബ, എത്ര ചേതോഹരമായ കണ്ണിന് ആനന്ദകരമായ പ്രദേശമല്ല നബിയെ, അവിടെ ഒരഴുക്കുമില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആവർത്തിച്ചു, വലൗ സിന്നൻ ഔ അൽമൻ, ഒരു എല്ലോ, ഒരു പല്ലോ, ഒരു കമ്പിൻ്റെ കഷ്ണമോ മാലിന്യമെന്ന് തോന്നുന്ന എന്തും
നിങ്ങൾ ആ പ്രദേശത്ത് നിന്ന് ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരണം. അഴുക്കാണ് എന്ന് തോന്നുന്ന ഒന്നും നിങ്ങൾ ഒഴിവാക്കരുത്, എല്ലാം ഇവിടെ കൊണ്ടുപോയി പെറുക്കി കൂട്ടിയിടണം. പുണ്യ റസൂലിനോട് അവർക്ക് പറയണമെന്നുണ്ടായിരുന്നു, പ്രവാചകരെ, ഇന്നഹ അർദുൻ തയ്യിബ, ഇത്ര ഊഷരമായിട്ടുള്ള, ഇത്ര സമൃദ്ധമായിട്ടുള്ള, ഹരിതാപമായിട്ടുള്ള ഭൂമിയിൽ നിന്ന്, ഇത്ര ഒരു തരത്തിലുള്ള മനുഷ്യ സാന്നിധ്യം കൊണ്ട് അലങ്കോലപ്പെടാത്ത ഈ ഭൂമിയിൽ നിന്ന് എങ്ങനെയാണ് നബിയെ ഞങ്ങൾ അഴുക്കുകൾ ശേഖരിക്കുക എന്നവർക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ സഹാബാക്കൾ പുണ്യ റസൂലിൻ്റെ വാക്കുകൾ കേട്ട് ആ പ്രദേശത്തേക്ക് പോവുകയാണ്. സഹാബാക്കൾ ഓരോരുത്തരും അവിടെ പോയി. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുന്നത്, ഫമാ ലബിസ്ന ഇല്ലാ സാഅതൻ, കുറച്ച് സമയം, 1 മണിക്കൂറോളം ഞങ്ങൾ ആ പ്രദേശത്ത് ചിലവഴിച്ചു. ഹത്താ ജഅൽനാഹു റുകാമൻ, ഞങ്ങൾ അവിടെ കിടന്ന വേസ്റ്റുകളും മാലിന്യങ്ങളും ഒരുമിച്ച് കൂട്ടി കൊണ്ടുവന്നു. അങ്ങനെ ജഅൽനാഹു റുകാമൻ, അതൊരു കൂമ്പാരമായി മാറി. മാലിന്യത്തിൻ്റെ കൂമ്പാരം ഞങ്ങൾ ആ പ്രദേശത്ത് നിന്ന് ഒരുമിച്ച് കൂട്ടി കൊണ്ടുവന്നു. എല്ലാവരെയും തിരിച്ചു വിളിച്ചിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വിചിത്രമായ ഒരു വർത്തമാനം അവിടുന്ന് പറഞ്ഞു. ഹാക്കദ അന്തും, ഇപ്രകാരമാണ് സഹാബത്തെ നിങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിൻ്റെ അപജയങ്ങളെയും മുസ്ലിം ഉമ്മത്തിൻ്റെ പിന്നോട്ടുപോക്കിനെയും മുസ്ലിം ഉമ്മത്തിൻ്റെ വിശ്വാസദാർഢ്യതയുടെ, ഒരു കാലത്ത് അവർ ഉണ്ടാക്കി വച്ചിരുന്ന വിശ്വാസദാർഢ്യതയുടെ പിന്നോട്ടുപോക്ക് എന്ത് എന്നതിൻ്റെ കൃത്യമായ സൂചന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വർത്തമാനത്തിൽ അവിടുന്ന് ചിത്രീകരണത്തിലുണ്ടായിരുന്നു. ഹാക്കദ അന്തും, ഇപ്രകാരമാണ് നിങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പരിശുദ്ധ റമളാനിൻ്റെ മുന്നോടിയായി, റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി, ആതിഥ്യമരുളുന്നതിന് വേണ്ടി റമളാനിൻ്റെ മുന്നോടിയായ നനച്ചുകുളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, നോമ്പൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഈ വാക്കിനെ നമ്മളേക്ക് ചേർത്തു വെച്ച് ഹാക്കദാ നഹ്നു, ഇപ്രകാരമാണ് നമ്മൾ എന്ന് നമ്മളൊന്ന് വായിക്കാൻ ശ്രമിക്കൂ. നമ്മൾ നമ്മുടെ മനസ്സിനെക്കുറിച്ച്, നമ്മുടെ ശരീരത്തെക്കുറിച്ച്, നമ്മുടെ ചിന്തകളെക്കുറിച്ചും നമ്മുടെ നിലപാടുകളെക്കുറിച്ചും നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മൾ പലപ്പോഴും ധരിച്ചിട്ടുള്ളത് എൻ്റെ നിലപാടുകൾ വൃത്തിയുള്ളതാണ്, എൻ്റെ മനസ്സ് അത് മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അഴുക്കുകളില്ല എന്ന് തിരിച്ചറിഞ്ഞ് പ്രവാചകന്റെ കൽപ്പനയല്ലേ എന്നോർത്ത് വീണ്ടും ആ പ്രദേശത്ത് പോയി അഴുക്കുകൾ ശേഖരിച്ചു കൊണ്ടുവന്ന സഹാബാക്കളുടെ അതേ മനസ്സ്, ഞാനൊന്നും അത്ര മോശമായിട്ടില്ല എന്ന കാഴ്ചപ്പാടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റമളാനിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനോമുഖരങ്ങളിലുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഹുനൈനിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ തിരുത്തി കൊടുക്കുന്ന ഈ പാഠം നമ്മിലേക്ക് തിരിച്ചു വച്ച് നമ്മളൊന്ന് കൃത്യമായി വിലയിരുത്തേണ്ടതുണ്ട്. എൻ്റെ ജീവിതം പരിശുദ്ധമാണ്, ഞാൻ നമസ്കരിക്കാറുണ്ട്, ഞാൻ സക്കാത്ത് കൊടുക്കാറുണ്ട്, ഞാൻ ദിക്റുകൾ ചെയ്യാറുണ്ട്, സുബഹിക്ക് ഞാൻ ജമാഅത്തിന് 1-ാമത്തെ റക്അത്തിൽ നമസ്കരിക്കാറുണ്ട്, തഹജ്ജുദുകൾ ഞാൻ നിർവഹിക്കാറുണ്ട്, ഞാൻ നല്ല വൃത്തിയുള്ള ജീവിതത്തിൻ്റെ ഉടമയാണ്. ഇത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും ധാരണയാണ്. സഹാബികളുടെ ധാരണ പോലെ ആ പ്രദേശത്ത് ഇന്നഹ അർദുൻ തയ്യിബ ലീ ഖൽബുൻ തയ്യിബ്, എനിക്ക് പരിശുദ്ധമായ ഒരു ഹൃദയമുണ്ട്, വൃത്തിയുള്ള ഹൃദയമാണ് എൻ്റേത് എന്ന ധാരണയാണ് നമ്മുടേത്. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ നമസ്കരിക്കാറുണ്ട്, സക്കാത്ത് കൊടുക്കാറുണ്ട്, എൻ്റെ ജീവിതം ഇങ്ങനെ ശുഭ്രമായിട്ടുള്ള വസ്ത്രം പോലെ വെളുത്ത് തിളങ്ങിയതാണ്. ഇത് നമുക്ക് നമ്മളെക്കുറിച്ചൊരു ധാരണയാണ്. ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള സഹാബാക്കളോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹാക്കദാ അന്തും, നിങ്ങൾ ഇപ്രകാരമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ വെടുപ്പുണ്ട് എന്ന് കരുതിയ പ്രദേശത്തേക്ക് ഒന്ന് അഴുക്ക് തേടി ഇറങ്ങിയപ്പോൾ ഒരു കൂമ്പാരമാക്കി നിങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടാൻ കഴിഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കൂ. നമ്മുടെ നമസ്കാരങ്ങൾക്കും നമ്മുടെ ദിക്റുകൾക്കും നമ്മുടെ ഔറാദുകൾക്കും നമ്മുടെ പ്രാർത്ഥനകൾക്കും അപ്പുറത്ത് ഒരു ജീവിതം നമുക്കുണ്ട്.
ആ ജീവിതത്തിൻ്റെ പരിശുദ്ധതയെക്കുറിച്ച്, ആ ജീവിതത്തിൻ്റെ ശുദ്ധിയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ആരാധനകൾക്കപ്പുറത്തുള്ള ജീവിതത്തിലെ പിഴവുകൾ ഒന്ന് പെറുക്കിയെടുത്തു നോക്കൂ. വൃത്തിയുണ്ട് എന്ന് കരുതിയിടത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. നമുക്കൊരുപാട് അഴുക്കുകൾ ശേഖരിക്കാൻ കഴിയും. ആത്മാർത്ഥതയോടുകൂടി ജീവിതത്തെക്കുറിച്ച് ഒരു നനച്ചുകുളി നടത്തേണ്ടുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ സംസാരത്തിൽ സംഭവിക്കുന്ന പിഴവുകൾ, നമ്മൾ കാണുന്ന ഇടത്ത്, നമ്മുടെ കണ്ണുകൾ ഉപയോഗിക്കുന്നിടത്ത്, നമ്മുടെ ചെവികൾ കേൾക്കുന്നിടത്ത്, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നിടത്ത്, ഫേസ്ബുക്ക് നോക്കുന്നിടത്ത്, വാട്സപ്പുകൾ ഷെയർ ചെയ്യുന്നിടത്ത്, ഇൻസ്റ്റഗ്രാമുകൾ സ്ക്രോൾ ചെയ്യുന്നിടത്ത്, പൊതു കവലകളിലേക്കും ജംഗ്ഷനുകളിലേക്കും ഇറങ്ങുന്നിടത്ത് നമ്മുടെ കേൾവികൾ, നമ്മളെന്ത് കേൾക്കണം, നമ്മളെന്ത് പറയണം, നമ്മുടെ നാവുകൾ കൊണ്ട് എവിടെ ഇടപെടണം, മാതാപിതാക്കളോട്, ഭാര്യമാരോട്, നമ്മുടെ സഹപ്രവർത്തകരോട്, ഗുരുവര്യന്മാരോട്, സുഹൃത്തുക്കളോട് ഉള്ള നമ്മുടെ പെരുമാറ്റം എന്തായിരുന്നു, നമ്മുടെ ജീവിതം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ആലോചന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഓരോ മനുഷ്യനും ഒരു ദൗർബല്യമുണ്ട്, ഒരു ന്യൂനതയുണ്ട്. എനിക്കൊരു ന്യൂനതയുണ്ട്, ഞാൻ മാത്രം അറിയുന്ന, ഒരുപക്ഷെ എല്ലാം അറിയുന്ന എൻ്റെ ഭാര്യയ്ക്കറിയാത്ത, എന്നെ പ്രസവിച്ച എൻ്റെ മാതാവിനറിയാത്ത ഒരുപാട് ദൗർബല്യങ്ങൾ എനിക്കടക്കം നിങ്ങൾ ഓരോരുത്തർക്കും അത്തരത്തിൽ ഒരു ദൗർബല്യം ഉണ്ടാവും. ആ ദൗർബല്യങ്ങൾ ഒരു ശീലമായി മാറി, അതൊരു ദുശ്ശീലമായി മാറിയവരാണ് ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും. ഒരു തിന്മ ആത്മനെ ആവർത്തിക്കുന്നതിനെയാണ് നമ്മൾ ദുശ്ശീലം എന്ന് പറയുന്നത്. ഒരു തിന്മ അത് ആവർത്തിക്കുമ്പോഴാണ് അത് ദുശ്ശീലമായി മാറുന്നത്. ഇത്തരത്തിൽ തിന്മകൾ ആവർത്തിച്ച് അതൊരു ശീലമായി മാറി, അതൊരു ദുശ്ശീലമായി മാറി എത്രയോ തിന്മകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാവും. അപ്പം നമ്മൾ വിചാരിക്കും, നമ്മൾ നമസ്കരിക്കുന്നുണ്ടല്ലോ, ഒരുപാട് ദുആ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ അതുകൊണ്ട് പരിഹരിക്കപ്പെടുമെന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബക്കളെ വിളിച്ചിട്ട് പറഞ്ഞത്, ഹാക്കദാ അൻതും ഹാക്കദാ തജ്തമിഉ ദുനൂബു ഫീ ഖുലൂബിക്കും, ഇപ്രകാരമാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പാപങ്ങൾ ഒരുമിച്ച് കൂടുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് അവിടുന്ന് ചേർത്ത് പറഞ്ഞത്, ഹത്താ യുകബ്ബു ബിഹി ഫിന്നാർ, അങ്ങനെ ഈ പാപങ്ങൾ സ്വരുക്കൂട്ടി അതൊരു കൂമ്പാരമായി മാറിയ മനുഷ്യരെ നരകത്തിലേക്ക് ആപതിക്കാൻ ആ തിന്മകൾ മതിയാകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ വളരെ ഗൗരവത്തിൽ ഓർമ്മിക്കേണ്ടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാനിൻ്റെ അടയാളങ്ങളെക്കുറിച്ച്, അലാമാത്തുകളെക്കുറിച്ച് റസൂല് പറയുന്നുണ്ട്. നമ്മൾ മുഅ്മിനീങ്ങളാണോ, നമ്മുടെ ഹൃദയത്തിൽ ഈമാനുണ്ടോ, അതല്ല ഹൃദയത്തിൽ കുഫ്റാണോ ഉള്ളത് എന്നതിനെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നമ്മളൊക്കെ ഈമാനിൻ്റെ തികവാർന്ന രൂപങ്ങളാണ് ഞാൻ എന്ന് നമുക്ക് ധരിക്കാറുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനുള്ള ആളുകൾ, ഈമാനുണ്ട് എന്ന് ധരിച്ച ആളുകളോട് അള്ളാഹുവിൻ്റെ റസൂൽ നൽകുന്ന ഒരു വസിയത്തുണ്ട്. നിങ്ങൾക്കറിയുമോ, നിങ്ങളിൽ ഈമാൻ കുറഞ്ഞു പോകുന്നു എന്നതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുഞ്ഞു വചനത്തിലൂടെ അത് ഓർമ്മപ്പെടുന്നുണ്ട്. ഈമാനിൻ്റെ തികവാർന്ന രൂപങ്ങളാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് ധാരണയുണ്ട് എങ്കിൽ ആ ധാരണയെ അളക്കാനുള്ള ഒരു മാനദണ്ഡം ഞാൻ പറഞ്ഞു തരാം. ഇന്നൽ മുഅ്മിന ലയറാ ദംബഹു കഅന്നഹു വാഖിഉൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു മതിലിൻ്റെ കീഴെ ഒരാളെ കൊണ്ടു നിർത്തിയാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും, അയാളുടെ ഭീതി എത്ര വലുതായിരിക്കും. ഇതേപോലെയായിരിക്കും ഒരു വിശ്വാസി. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു പാപകർമ്മത്തെ കാണുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു മലയുടെ താഴെ ഒരാളെ കൊണ്ടു നിർത്തിയാൽ അത് തൻ്റെ തലയിലേക്ക് ആപതിക്കുമോ എന്ന ജാഗ്രത അയാൾക്കുള്ളതുപോലെയായിരിക്കും ഒരു വിശ്വാസിക്ക് അയാളുടെ പാപകർമ്മങ്ങളെ കാണുന്നത്. ഇതാണ് ഈമാനിൻ്റെ മാനദണ്ഡം എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര കൃത്യമായിട്ടാണ് വിശ്വാസിയുടെ ഈമാനിനെ അളക്കുന്നത്.
പറ്റിപ്പോയല്ലോ റബ്ബേ, അബദ്ധം പറ്റിയല്ലോ പടച്ചവനെ. ഇത് ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാവുന്ന ജാഗ്രതയുടെ ഓർമ്മകളായിരിക്കും, വർത്തമാനങ്ങളായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലാഹു റസൂൽ തുടർന്ന് പറയുന്നുണ്ട്, നമ്മുടെ മനസ്സിൽ കുഫ്റിന്റെ അംശമുണ്ടോ എന്നതിൻ്റെ അടയാളം എന്താണെന്ന് അറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്നൽ കാഫിറ ലയറാ ദംബഹു കദുബാബിൻ ഫൗഖ അൻഫിഹി. ഒരു സത്യനിഷേധി അയാളുടെ പാപത്തെ കാണുന്നത് തൻ്റെ മൂക്കിൽ വന്നിരിക്കുന്ന ഈച്ചയുടെ ലാഘവത്തോടു കൂടിയായിരിക്കും അയാൾ പാപത്തെ കാണുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കൈകൊണ്ട് ആ മൂക്കത്തൊന്ന് വിരലോടിച്ചപ്പോൾ ആ ഈച്ച പറന്നുപോയ അത്ര ലാഘവത്തോടു കൂടി മാത്രമേ, ആ തട്ടിയകറ്റിയ ലാഘവത്തോടു കൂടി മാത്രമേ ഒരു കാഫിർ, സത്യനിഷേധി, അയാൾ തൻ്റെ തെറ്റിനെ കാണുകയുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഞാൻ നമസ്കരിക്കുന്നുണ്ടല്ലോ, കച്ചവടത്തിൽ അല്പം കൃത്രിമം കാണിച്ചാൽ എന്തു കുഴപ്പം? ഞാൻ നമസ്കരിക്കുന്നുണ്ടല്ലോ, എൻ്റെ സാമ്പത്തികമായ ഇടപാടുകളിൽ അല്പം കൃത്രിമത്വം കാണിച്ചാൽ എന്ത് പ്രശ്നം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നമസ്കരിക്കുന്നുണ്ടല്ലോ, പെരുമാറ്റത്തിൽ ആളുകളോട് പെരുമാറ്റ ദൂഷ്യം കാണിക്കുന്നതുകൊണ്ട് എന്ത് കുഴപ്പം? ഞാൻ നമസ്കരിക്കുന്നുണ്ടല്ലോ. നമ്മുടെയൊക്കെ ചിന്താമണ്ഡലങ്ങൾ ഒരുപക്ഷെ പാപകർമ്മങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ആലോചനകളും ഇത്തരത്തിൽ മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അയാളിൽ കുഫ്റിൻ്റെ അംശമുണ്ട് എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ മനുഷ്യർക്കും ഒരു ദൗർബല്യമുണ്ടാവും. ആ ദൗർബല്യം ഒരു തവണ ആവർത്തിച്ച് അത് ദുശ്ശീലമായി മാറി അതിൻ്റെ ലാഘവത്വം അയാളിൽ കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ആ തെറ്റ് ആവർത്തിച്ച് ഒരാളിൽ വന്നു കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും ഒരാളിൽ മാറിക്കൊണ്ടേയിരിക്കും. ഞാൻ ഈ ചെയ്ത തെറ്റ് അത് ആരും ചെയ്തു പോകുന്ന തെറ്റാണല്ലോ. പല തെറ്റുകളെക്കുറിച്ച് നമ്മൾ അവസാനം എത്തിപ്പെടുന്ന ചില നിഗമനങ്ങളുണ്ട്. ഈ തെറ്റ് ഏത് ഹാജിയാരും ചെയ്യുന്നതാണല്ലോ, ഈ തെറ്റ് ഏത് മനുഷ്യനും ചെയ്യുന്നതാണല്ലോ, ഏത് അറിവുള്ള ആളും ചെയ്യുന്നതാണല്ലോ എന്ന നിഗമനത്തിലേക്ക് നമ്മൾ പലപ്പോഴും എത്തും. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിൽ പങ്കെടുത്ത സഹാബക്കളോട് പറഞ്ഞ വാക്ക്, ഹകദാ തജ്തമിഉ ദുനൂബു ഫീ ഖുലൂബിക്കും. ഇപ്രകാരമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ പാപകർമ്മങ്ങൾ ഒരുമിച്ച് കൂടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് തിരിഞ്ഞു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അബദ്ധങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് മറവി എന്നൊരു സാധനമുണ്ട്. അന്നിസിയാൻ ഹുവ നിഅ്മ. മറവി എന്ന് പറയുന്നത് പലപ്പോഴും ഒരു വലിയ അനുഗ്രഹമാണ്. പക്ഷേ മറവി എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അനുഗ്രഹമായിട്ട് കാണുമ്പോൾ തന്നെ മറവി നമ്മുടെ മാത്രം ഒരു പ്രശ്നമാണ് എന്ന് വിലയിരുത്താൻ കൂടി വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട്. എൻ്റെ അടുത്ത് ഒരാൾ പറയുന്നു, കഴിഞ്ഞ ഒരു മാസം നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റികൾ ഒന്ന് കൃത്യമായി നോട്ട് ചെയ്തു തരൂ. കഴിഞ്ഞ ഒരു മാസം ഞാൻ ചെയ്ത ആക്ടിവിറ്റികൾ എനിക്ക് എത്ര എഴുതി രേഖപ്പെടുത്താൻ കഴിയും? കഴിഞ്ഞ മാസം എത്ര ചെയ്ത ആക്ടിവിറ്റികൾ എത്ര ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എനിക്ക് ചെയ്തതിൻ്റെ ഒരു 40% എനിക്ക് രേഖപ്പെടുത്താൻ കഴിയും. ഇന്നലെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒരു 80% എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഡയറിയിൽ കുത്തിക്കുറിക്കാൻ എനിക്ക് കഴിയും. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ചെയ്യാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറവി എന്ന് പറയുന്നത് നമ്മുടെ മാത്രം പ്രശ്നമാണ്. മറവി എന്ന് പറയുന്നത് നമ്മുടെ മാത്രം പ്രശ്നമാണ്, മനുഷ്യൻ്റെ മാത്രം പ്രശ്നമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മറവി മനുഷ്യൻ്റെ മാത്രം പ്രശ്നമാണ്. പക്ഷേ എല്ലാം ഓർത്തു വയ്ക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന ബോധ്യമാണ് നമുക്കുണ്ടായിരിക്കേണ്ടുന്നത്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. നമ്മളെല്ലാം മറക്കും. കഴിഞ്ഞ 11 മാസക്കാലം നമ്മൾ ചെയ്തത് മറക്കും, തൊട്ട് മുമ്പ് ചെയ്തത് നമ്മൾ മറക്കും. ലാ യളില്ലു റബ്ബി വലാ യൻസ. എൻ്റെ റബ്ബിന് ഒരിക്കലും തെറ്റിപ്പോവില്ല, എൻ്റെ റബ്ബ് ഒരിക്കലും മറക്കില്ല.
എൻ്റെ റബ്ബ് ഒരിക്കലും മറക്കില്ല. നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പിഴവുകളെക്കുറിച്ച്, തിന്മകളെക്കുറിച്ച് ഒരുപക്ഷെ നീ മറന്നിട്ടുണ്ടാവും. പക്ഷേ നിന്റെ റബ്ബ് അത് മറക്കില്ല. ലാ യളില്ലു റബ്ബി വലാ യൻസ ലാ തഖുദുഹു സിനതുൻ വലാ നൗം. ഒരു തൂങ്ങിയിറക്കം പോലും ഇല്ലാത്ത റബ്ബ്, സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ്, ആ റബ്ബ് വളരെ കൃത്യമായി എല്ലാം ഓർത്തിരിക്കുന്നു എന്ന ബോധ്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ റമദാൻ നമ്മിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ, നോമ്പൊരുക്കത്തിൻ്റെ സന്ദർഭത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വരേണ്ടുന്ന വിചാരങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ശീലങ്ങളിൽ, ആളുകളോടുള്ള പെരുമാറ്റങ്ങളിൽ, ആളുകളോടുള്ള അനാവശ്യമായിട്ടുള്ള പകയും വിദ്വേഷവും കുത്തി നിറച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ നിലപാടുകളിൽ കൃത്യമായി ഈമാൻ വേരോടിക്കൊണ്ടുള്ള നിലപാടുകൾ നമ്മിൽ രൂഢമൂലമാവേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് റമദാനിൻ്റെ സന്ദർഭം. ഒരാൾക്കെങ്ങനെ നവജാത ശിശുവിനെ പോലെ ശുദ്ധനാവാൻ കഴിയും? ഹജ്ജ് ചെയ്തതിനു ശേഷം പരിശുദ്ധ ഹറമിൻ്റെ നാട്ടിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ഹാജിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവൻ കയൗമി വലദതുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെ അത്ര പരിശുദ്ധമായി പാപങ്ങളിൽ നിന്ന് മുക്തനായിട്ടായിരിക്കും ഒരാൾ കഅബാലയത്തിൻ്റെ നാട്ടിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വണ്ടി കയറുന്നത് എന്നാണ്. എങ്ങനെ നമുക്ക് പുതിയൊരു മനുഷ്യനാവാൻ കഴിയും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയൊരു മനുഷ്യനാവാൻ ഒരൊറ്റ സൂത്രവാക്യം പറഞ്ഞു തരാം. നമ്മൾ ഒന്ന് മരിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ജനിക്കണം എന്നത് മാത്രമാണ് നമ്മൾ പുതിയൊരു മനുഷ്യനാവാനുള്ള വഴി. ഒരു വൈറ്റ് പേപ്പർ പോലെ, കളങ്കങ്ങളില്ലാതെ, തിന്മകളില്ലാതെ, പാപങ്ങളുടെ കറുപ്പുകളില്ലാതെ, ശുഭ്രവസ്ത്രം പോലെ നമുക്ക് ഉദിച്ചു വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് മരണപ്പെട്ടതിന് ശേഷം നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം. എന്നാൽ അത് അസാധ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഒരു സംവിധാനം മനുഷ്യർക്ക് നിശ്ചയിച്ചിട്ടില്ല എന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു മനുഷ്യനാവാനുള്ള അവസരമാണ് പരിശുദ്ധമായ റമദാൻ എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പുതിയൊരു വീട് വെച്ചു. പുതിയ വീട് വെച്ച് അതിൽ വളരെ മനോഹരമായ മാർബിൾ ഒരുക്കി ഞാനും എൻ്റെ കുടുംബവും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ എൻ്റെ കയ്യിലിരുന്ന ചായക്കോപ്പ താഴെ വീണ് വളരെ പെട്ടെന്ന് ടൈലിലും അവിടെയുള്ള മാർബിളിലൊക്കെ ഈ ചായയുടെ കറകൾ വളരെ പെട്ടെന്ന് പറ്റിപ്പിടിച്ചു. ഞാൻ നോക്കുമ്പോൾ ഭാര്യ അകത്തേക്ക് വളരെ ധൃതിപ്പെട്ടോടുന്നു. പെട്ടെന്ന് ഒരു തുണി നനച്ചു കൊണ്ടുവന്ന് അവിടെ വൃത്തിയാക്കുന്നു. എന്താണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, കുറേ സമയം ഇതിങ്ങനെ കിടന്നാൽ പിന്നെ അത് കറ പിടിച്ച് കിടക്കും, പിന്നെ അത് പോവാൻ പാടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെയാണ് ഹൃദയം പശ്ചാത്തപിക്കുമ്പോഴാണ്, പാപങ്ങളിൽ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോഴാണ്, പാപങ്ങൾ പെറുക്കിയെടുത്ത് അത് ഒരുമിച്ച് കൂട്ടി ഒരു മൂലയിലേക്ക് മാറ്റിയിടുമ്പോഴാണ്, അങ്ങനെ കൂമ്പാരങ്ങളാക്കാൻ കഴിയുമ്പോഴാണ് ഒരാളുടെ ഹൃദയം അത് ശുദ്ധമാവുക, ശുഭ്രമായി മാറുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പാപങ്ങൾ കൊണ്ട് ഹൃദയങ്ങൾ കറ പിടിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഖുർആനിലൊരു പ്രയോഗമുണ്ട്. കല്ല ബൽ റാന അലാ ഖുലൂബിഹിം, പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഹൃദയങ്ങൾ കറ പിടിച്ചു പോയിരിക്കുന്നു എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. കല്ല ബൽ റാന അലാ ഖുലൂബിഹിം, വെളുത്തൊരു ഹൃദയം കൊടുത്തിട്ട്, നല്ല സുന്ദരമായ പരിശുദ്ധമായ ഒരു ഹൃദയം അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവരതിനെ കരിക്കട്ട പോലെ കറുപ്പിച്ച് കളഞ്ഞല്ലോ. കല്ല ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയം കറ പിടിച്ചു പോയല്ലോ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൊണ്ട് മൂടിയ ഹൃദയവുമായി ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ തെറ്റിൽ നിന്ന് വിമുക്തനാകണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നമ്മൾ മരിച്ചിട്ട് പുതുതായി ഒന്ന് നമ്മൾ ജനിക്കേണ്ടതുണ്ട്. അത് അസാധ്യമാണ്, അസാധ്യമായ ആഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അത് ആവർത്തിക്കുന്നുണ്ട്. ജീവിതത്തിൽ വലിയ വലിയ അവസരങ്ങൾ ലഭിച്ച മനുഷ്യർ, ആ അവസരങ്ങൾ ലഭിച്ചിട്ടും അതിനെ ഉപയോഗപ്പെടുത്താത്ത മനുഷ്യരുടെ രോദനങ്ങൾ വിശുദ്ധമായ ഖുർആൻ ആയത്തുകൾക്കിടയിലൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവസരങ്ങൾ ലഭിക്കുമ്പോൾ ആ അവസരം പ്രയോജനപ്പെടുത്താതെ ബാത്തിലാക്കി കളഞ്ഞ മനുഷ്യരുടെ കരച്ചിലിന് പോലും
വിശുദ്ധ ഖുർആൻ ചില പദപ്രയോഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നമ്മൾ അത് ഓർമ്മപ്പെടുത്തുന്നത്. അതിലൊന്നാമത്തെ അവസരം വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഒരാളുടെ മരണം ആസന്നമാവുന്ന സന്ദർഭത്തിലാണ്. മലക്കുൽ മൗത്ത് അയാളുടെ റൂഹ് പിടിക്കാൻ വരുന്ന സന്ദർഭത്തിൽ കൃത്യമായ അവസരങ്ങൾ ലഭിച്ച മനുഷ്യൻ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താത്തതിൻ്റെ പേരിൽ കൈകടിക്കുകയും മലക്കുൽ മൗത്തിന്റെ കാല് പിടിക്കുകയും ചെയ്യുന്ന രംഗത്തെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായ നിലയിൽ സൂചിപ്പിക്കുന്നുണ്ട്. തനിക്ക് വിധിക്കപ്പെട്ടത് സ്വർഗമാണോ നരകമാണോ എന്ന് ഒരു മനുഷ്യന് കൃത്യമായി ബോധ്യപ്പെടുന്ന സന്ദർഭമാണ് മരണാസന്നമാവുന്ന സന്ദർഭം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഹാബാക്കളോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പൂവ് വാസനിക്കാറുണ്ടോ? സഹാബികൾ പറഞ്ഞു, അതേ നബിയെ, ഞങ്ങൾ പൂവ് മണക്കാറുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നല്ല മനോഹരമായ പൂവ് വാസനിക്കുമ്പോൾ നിങ്ങൾ അത് മൂക്കിലേക്ക് അത് വലിച്ചെടുക്കുമ്പോൾ ആ പൂവിന് എന്തെങ്കിലും വിഷമമുണ്ടാവാറുണ്ടോ? ആ ഗന്ധം ഇങ്ങനെ മൂക്കിലൂടെ ഇങ്ങനെ കയറി വരും. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് വിശദീകരിക്കുന്നു, വിശ്വാസികളുടെ ശരീരത്തിൽ നിന്നും റൂഹ് പിടിക്കുന്ന സന്ദർഭത്തിൽ അത്ര നിർമ്മലമായി അത്ര മയമായിട്ടായിരിക്കും ആ റൂഹിനെ മലക്കുൽ മൗത്ത് പിടിച്ചെടുക്കുക. മെല്ലെ മെല്ലെ മലക്കുകൾ അത് ഏറ്റുവാങ്ങും, പുഞ്ചിരി തൂകിക്കൊണ്ട് സന്തോഷത്തോടുകൂടി. അന്ന് തിരിയും, എൻ്റെ സങ്കേതം സ്വർഗമായിരുന്നുവെന്ന്, എൻ്റെ സങ്കേതം ജന്നാത്തുൽ ഫിർദൗസാണെന്ന് ഒരു വിശ്വാസിക്ക് തിരിച്ചറിവുണ്ടാകുന്ന സന്ദർഭം, അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയ മനുഷ്യൻ്റെ മന്ദസ്മിതം അന്ന് മലക്കുകൾ കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പിന്നീട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നനഞ്ഞ പഞ്ഞി നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ നനഞ്ഞ പഞ്ഞിയിൽ നിന്നും ഇരുമ്പിൻ്റെ മുള്ള് അത് തറച്ചു കയറി അത് വലിച്ചെടുക്കുമ്പോഴുള്ള അവസ്ഥ എങ്ങനെ ഉണ്ടായിരിക്കും? സഹാബികൾ പറഞ്ഞു, അത് ഊരിയെടുക്കുമ്പോൾ വല്ലാതെ പിന്നിച്ചിതറി അസ്വസ്ഥഭരിതമായിരിക്കും അതെടുക്കുന്ന സന്ദർഭത്തിൽ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിശ്വാസിയുടെ ആത്മാവിനെ പിടിച്ചെടുക്കുമ്പോൾ അതങ്ങനെ ചിന്നിച്ചിതറി കൊളുത്തി ഉടക്കി പാപകർമ്മങ്ങൾ കൊണ്ട് അവസരങ്ങൾ മുന്നിൽ വന്ന് കിട്ടും അതിനെ പ്രയോജനപ്പെടുത്താത്ത മനുഷ്യൻ ഉടക്കി വലിഞ്ഞു കീറിയായിരിക്കും അയാളുടെ ആത്മാവിനെ മലക്കുകൾ പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. കല്ല ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയം വെളുത്ത ഹൃദയം കൊടുത്തിട്ട് അതിനെ കരിക്കട്ടയാക്കിയ മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കുന്ന രംഗം പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ മലക്കുൽ മൗത്തിന്റെ കാല് പിടിച്ച് മനുഷ്യൻ പറയും, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരല്പസമയം കൂടി ഞങ്ങൾക്ക് താ റബ്ബേ, ലഅസ്സദ്ദഖന്ന വഅകും മിനസ് സാലിഹീൻ, ഒരല്പം കൂടി കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരം ഒന്ന് തരുമോ എന്ന് പറഞ്ഞ്, ആയുസ്സൊന്ന് നീട്ടിത്തരുമോ എന്ന് പറഞ്ഞ് മലക്കുൽ മൗത്തിന്റെ കാല് പിടിക്കുന്ന ഒരു രംഗത്തെക്കുറിച്ച് അല്ലാഹു തആല പറയും, കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, അതവൻ പറയുന്ന ഒരു വർത്തമാനമാണ്, ഒരു അജലും അവന് നീട്ടിക്കൊടുക്കില്ല. ലൗല അഖർതീനി ഇലാ അജലിൻ ഖരീബ്, വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അവന് ഒരായുസും അവന് നീട്ടിക്കൊടുക്കാൻ പോകുന്നില്ല, ഒരു റമളാനും അവൻ്റെ മുമ്പിൽ ഇനി തുറക്കപ്പെടാൻ പോകുന്നില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, ആയുസെത്തിയാൽ ഒരു തരി അവന് സാവകാശം നൽകപ്പെടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പരാമർശിക്കുന്ന ഒന്നാണ്. ഞാൻ എപ്പോഴാണോ ജനിച്ചത് അന്ന് എൻ്റെ അജൽ തീരുമാനിക്കപ്പെട്ടതാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാവകാശവും വലാ യുൻദറൂൻ, അവർക്കൊരു സാവകാശവും നൽകപ്പെടുന്നതല്ല എന്ന് വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് അവസരം ലഭിച്ചിട്ട് അത് ഉപയോഗപ്പെടുത്താത്ത ഒന്നാമത്തെ മനുഷ്യൻ്റെ ഒന്നാമത്തെ രോധനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു സന്ദർഭമുണ്ട്. രണ്ടാമത്തെ വിലാപത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത്, പരലോകത്ത് എത്തിയിട്ട് തിരിച്ച് ഒന്നുകൂടി ദുനിയാവിലേക്ക് എത്താൻ മനുഷ്യൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ സന്ദർഭം. വിശുദ്ധ ഖുർആൻ അതിനെ നിലവിളിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അങ്ങേയറ്റത്തെ അറബി പദം ഉപയോഗിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അത് പറയുന്നത്.
വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഹും യസ്തരിഖൂന ഫീഹ, അവർ അതിൽ കിടന്ന് നിലവിളിയാണോ, കരച്ചിലാണോ, രോദനമാണോ, അട്ടഹാസമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ മനുഷ്യർ കിടന്ന് ബഹളം വയ്ക്കും. വഹും യസ്തരിഖൂൻ, അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. അപ്പോഴും അവൻ്റെ പ്രാർത്ഥന എന്താണെന്ന് അറിയുമോ? വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നുണ്ട്, പറ്റിപ്പോയി റബ്ബേ. മരിക്കാൻ നേരത്ത് അസ്രായീലിൻ്റെ കാല് പിടിച്ച അതേ മനുഷ്യൻ പറയുന്ന വർത്തമാനം, റബ്ബന അഖ്രിജ്ന നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തതല്ലാത്ത മറ്റമലുകൾ ഇനി ചെയ്ത് ഞങ്ങൾ സുന്ദരമായി ഈ ലോകത്ത് ജീവിച്ച് നിന്റെ അടുക്കൽ സുന്ദരന്മാരായിട്ട് വന്നോളാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മറുപടി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് പ്രസക്തമായത്. ഖാല അവലം നുഅമ്മിർക്കും, നീയൊക്കെ പോത്തുപോലെ ജീവിച്ചതല്ലേ? നിനക്കൊക്കെ ആയുസ് തികയാൻ മാത്രം, ആസ്വദിക്കാൻ മാത്രമുള്ള ആയുസ് തന്നതല്ലേ? കാല അവലം നുഅമ്മിർക്കും, നിങ്ങൾക്ക് എന്തുമാത്രം ആയുസാണോ തന്നത്? ഇതൊന്ന് ഉപയോഗപ്പെടുത്താൻ, ഈ അവസരമൊന്ന് പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് ആകുമായിരുന്നില്ലല്ലോ. കാല അവലം നുഅമ്മിർക്കും, നിങ്ങൾക്ക് ആയുസ് തന്നതല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പെട്ടെന്നാണ് ഒരു മനുഷ്യർ അവർ ഇരുന്നിടത്ത് നിന്ന് ഒടുങ്ങിപ്പോകുന്നത്. ജീവിതം ഒടുങ്ങിപ്പോകുന്ന മനുഷ്യർ, വായിലേക്ക് ചായക്കോപ്പ എടുത്തു വെച്ച് രണ്ടാമതൊരു കുടി കുടിക്കുന്നതിന് മുമ്പ് ജീവിതത്തെ ഇട്ടേച്ചു പോകുന്ന മനുഷ്യർ, എത്രയോ മനുഷ്യന്മാർ ജീവിതം അവരുടെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ എത്രയോ മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്, അവലം നുഅമ്മിർക്കും, നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ? ആലോചിക്കേണ്ടവർക്ക് ആലോചിക്കാനുള്ള ആയുസ് തന്നില്ലേ എന്ന് വിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 50 വയസ്സ് മതി ഒരാൾക്ക് സ്വർഗം നേടിയെടുക്കാൻ. ഖുർആൻ അതാണ് പറഞ്ഞത്, അവലം നുഅമ്മിർക്കും. ഖുർആൻ ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്, അവലം നുഅമ്മിർക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ നിനക്ക് 30 വയസ്സ് മതിയായിരുന്നു, നിനക്ക് 50 വയസ്സ് മതിയായിരുന്നു, 60 വയസ്സ് നിനക്ക് കാര്യമായിട്ടുള്ള പ്രായമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല തിരിച്ചു ചോദിക്കും, വജാഅകുമുൻ നദീർ, മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലയോ? കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധമായ റമളാൻ പ്രയോജനപ്പെടുത്തേണ്ട മാസമാണ്. വിശുദ്ധ ഖുർആൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് വിശ്വാസികളോട്. ഞാൻ ആമുഖമായി പാരായണം ചെയ്തു വെച്ച ആയത്തതാണ് സൂചിപ്പിക്കുന്നത്, അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾക്കും തങ്ങൾക്ക് അവതീർണമായ സത്യവേദത്തിനും വിധേയമാകാൻ ഇനിയും സമയമായിട്ടില്ലേ എന്നൊരു ചോദ്യമുണ്ട്. വിശുദ്ധ ഖുർആൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ കൊള്ളേണ്ട ചില ചോദ്യങ്ങളാണ്. ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ഖുർആൻ. അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും. ഇനിയും ഈ വൈരാഗ്യമൊന്ന് മാറ്റിവെച്ചുകൂടെ? ഈ പകയൊന്ന് മാറ്റിവെച്ചുകൂടെ? എനിക്കെതിരെ നിങ്ങൾ എത്രയായി തിരിയുന്നു? ആ കൈവിരലുകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലെ അഴുക്കുകളൊന്ന് മാറ്റിയെടുത്ത് അതൊരു കൂമ്പാരമാക്കി മാറ്റിയിടാൻ സമയമായില്ലേ? ഖുർആനിന് കീഴ്പ്പെടാൻ നിങ്ങൾക്ക് സമയമായില്ലേ? എന്നിട്ട് ഖുർആൻ പറഞ്ഞത്, വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ. നിങ്ങൾ മുമ്പ് വേദം കിട്ടിയ മനുഷ്യന്മാരെ പോലെ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉപദേശങ്ങൾ നൽകുന്നത്. ഫതാല അലൈഹിമുൽ അമദു. കാലം കുറേയേറെ കടന്നുപോയതിൻ്റെ പേരിൽ ഫഖസത് ഖുലൂബുഹും. അവരുടെ ഹൃദയങ്ങൾ പാപങ്ങളാൽ കടുത്തുപോയി. വകസീറും മിൻഹും ഫാസിഖൂൻ. അവരിൽ അധിക മനുഷ്യരും തെമ്മാടികളായിരുന്നു. പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട സമൂഹം, പ്രവാചകന്മാരുടെ ധാരാളിത്തം കൊണ്ട് വീർപ്പുമുട്ടിയ സമൂഹം, നന്ദികേടുകൾ കൊണ്ട് കൊഞ്ഞനം കുത്തിയ സമൂഹം. വിശുദ്ധ ഖുർആൻ അവരെ മുന്നിൽ വെച്ചുകൊണ്ടാണ് വിശ്വാസികളോട് ചോദിക്കുന്നത്, വിശുദ്ധ ഖുർആനിലേക്കും അള്ളാഹുവിൻ്റെ സ്മരണയിലേക്കും വിധേയപ്പെടാൻ നിങ്ങൾക്ക് സമയമായില്ലേ എന്ന്. അല്ലാമ ഇക്ബാലിൻ്റെ ഒരു കവിതയുണ്ട്, മൗസം അച്ഛ. നല്ല മനോഹരമായ കാലാവസ്ഥ, പാനി വാഫിർ, സമൃദ്ധമായ ജലം, ജിസ്നെ അപ്പന ഖീത് നസീഞ്ച. എന്നിട്ടും കൃഷി ഇറക്കാത്ത മനുഷ്യർ, നല്ല മണ്ണ് കിട്ടിയിട്ട്, നല്ല കാലാവസ്ഥ കിട്ടിയിട്ട്, സമൃദ്ധമായ വെള്ളമുണ്ടായിട്ട് കൃഷി ചെയ്യാത്ത ഒരു കർഷകൻ ഓക്കൈ സാധക്കാൻ, അവൻ എന്തുമാത്രം ദുഃഖിതനായ വിഷണ്ണനായ കർഷകനായിരിക്കും എന്ന് അല്ലാമ ഇക്ബാൽ ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാഹ്യമായി
കാലാവസ്ഥ പ്രതികൂലമാണ്. നമുക്കറിയാം, ചുട്ടുപൊള്ളുന്ന തീഷ്ണമായ ചൂടിലാണ് നമ്മളുള്ളത്. ഈ കടുത്ത ചൂടിൽ ഇതിനെ അതിജയിച്ചുകൊണ്ട് എങ്ങനെ അള്ളാഹുവിലേക്ക് തിരിയാമെന്ന്, അള്ളാഹുവിന് വിധേയപ്പെടാമെന്ന് നല്ലൊരു കർഷകനായി ഈ അനുകൂല പ്രതികൂല കാലാവസ്ഥയിലും നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴ്പ്പെടേണ്ടതുണ്ട്. ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവനിലുണ്ടാവേണ്ട അനുഭൂതിയെക്കുറിച്ചുള്ള കവിത ആണ് ഞാൻ ആമുഖമായി വായിച്ചു വെച്ചത്. അഞ്ചിന്ദ്രിയങ്ങൾക്കും അംഗച്ചമയമിട്ട് നെഞ്ചിലെ സ്പന്ദനം നേരിൻ്റെ നേരെ തിരിച്ച ധർമ്മയോദ്ധാവിനെ ചുണ്ടി മലയോട് പറയുന്നുണ്ടാവും, തൃഷ്ണതൻ അഗ്നിപർവ്വതങ്ങളെ സുഹൃതങ്ങളുടെ രത്നഖനികളാക്കിയ നോമ്പുകാരൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ നമ്മളൊക്കെ എന്ത് മല. ഉദയം തൊട്ടസ്തമയം വരെ ഉരുകി ഒളിവിതറി തളർന്ന സൂര്യൻ ചന്ദ്രൻ്റെ കാതിൽ മന്ത്രിക്കുന്നുണ്ടാവും, വിശ്വാസ തേജസ്സിൻ്റെ ഈ വിസ്മയത്തിന് മുന്നിൽ ഞാൻ വെറുമൊരു കരിക്കട്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് കൊണ്ട് നേടിയെടുക്കേണ്ടുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള മൂല്യങ്ങൾ, ധർമ്മവിശുദ്ധി അടക്കമുള്ള ഇസ്ലാമിൻ്റെ അതിജീവനം ഏറ്റവും വേണ്ട ഒരു കാലത്ത്, വിശ്വാസദാർഢ്യത കൊണ്ട് മാത്രം ശത്രു സംഹാരങ്ങൾ തകർത്ത് കളയാൻ മാത്രം വലിയ ഈമാനികമായ ദൃഢത വേണ്ട ഒരു കാലത്ത് ഈ റമദാനിനെ നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് കാതോർത്ത ആയിരക്കണക്കിന് മനുഷ്യർ, ഫലസ്തീനിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ഫലസ്തീനിലെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്ത്, അവർ വലിയ വേദനയിലാണ്. അവർ ദിനേനയെന്നോണം ഷഹീദാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. മുസ്ലിം ഉമ്മത്ത് ഒരു വശത്ത് വലിയ പ്രതിസന്ധിയിലാണ്. അതേ സന്ദർഭത്തിൽ ഈമാൻ പരീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലും സന്ദർഭത്തിലുമാണ് ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്തുള്ളത്. ഈ ചിത്രങ്ങൾ നമുക്കത് സൂചന നൽകുന്നുണ്ട്. ഇവിടെ കൊത്തിവെക്കപ്പെട്ട ചിത്രങ്ങൾ, അതിലേക്കുള്ള സൂചനകളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈമാനിൻ്റെ ഏറ്റവും ഉയർന്ന കരുത്ത് സാംശീകരിച്ചെടുക്കേണ്ടുന്ന ഒരു സന്ദർഭമായി ഈ റമദാനിനെ കാണുകയും പ്രാർത്ഥിക്കേണ്ടവർക്കും ഐക്യദാർഢ്യം നൽകേണ്ടവർക്കുമുള്ള ഏറ്റവും നല്ല അവസരമായി ഈ റമദാനിനെ നിങ്ങൾ സ്വീകരിക്കണമേ എന്ന വസിയ്യത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് അമൽ ചെയ്യുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ വരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിന് ഇത്തരത്തിൽ പരിശുദ്ധ റമദാനിന് സ്വാഗതം വരളുന്ന ഏറ്റവും ശ്രദ്ധേയമായ ക്യാപ്ഷൻ മുന്നിൽ വെച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച SIOൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ ഹൃദ്യമായി അവർക്കുള്ള പ്രാർത്ഥനകൾ നേരുന്നു. അതിനുള്ള കൃതജ്ഞത, അവരോട് ഹൃദ്യമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ സദസ്സിൽ ആദ്യ മുതൽ അവസാനം വരെ ഏറ്റവും നല്ല നിലയിൽ ഇതിൽ പങ്കെടുത്ത ബഹുമാന്യരായ സഹോദരീ സഹോദരങ്ങൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.